മോദി സർക്കാർ ഒരിക്കൽ കൂടി നോട്ടു നിരോധനം നടപ്പാക്കുമോ? ഈ ചോദ്യം പലരുടെയും മനസ്സിലുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ നിരീക്ഷണത്തിൽ അത് നടക്കാൻ പോവുകയാണ്. ചിലപ്പോൾ 2027 നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നോട്ടുകൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയേക്കാം. ഞെട്ടിക്കുന്ന വാർത്തയാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം നോട്ട് നിരോധനം നടന്നത് 2016 നവംബർ 8 വൈകുന്നേരമാണ്, രാത്രി 8 മണി. നരേന്ദ്രമോദിയുടെ ആ പ്രഖ്യാപനം വല്ലാതെ ആളുകൾ ഞെട്ടിച്ചു കളഞ്ഞു. ഒരുപാട് പേർക്ക് ബോധക്കേടുണ്ടായി. നമ്മൾ ഒരു സിനിമയെ കാണുന്ന പോലെ, മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ടല്ലോ, പ്രാഞ്ചിയേട്ടൻ, അരിപ്രാഞ്ചി ബോധം കെട്ട് വീഴുന്നത്. അതുപോലെ ബോധം കെട്ട് വീണ ഒത്തിരി പേരുണ്ട്. പിന്നെ മോദി അടുത്ത തെരഞ്ഞെടുപ്പിൽ തോക്കും, പിന്നീട് രാഹുൽ ഗാന്ധിയുടെ സർക്കാർ വന്നാൽ നോട്ട് നിരോധനം പിൻവലിക്കും എന്ന് കരുതി ഒരുപാട് നോട്ടുകൾ സൂക്ഷിച്ചു വെച്ചിട്ട് നിരാശരായിപ്പോയ ആളുകളുണ്ട്. നോട്ട് നിരോധനം ഇന്ത്യൻ സമ്പദ്ഘടനയെ വല്ലാതെ ഉലച്ചു എന്ന് പറഞ്ഞാൽ, ഇവിടെ നോട്ട് നിരോധനത്തിനെതിരെ പറയുന്ന ആളുകളെ പോലെ അത് നമ്മുടെ സമ്പദ്ഘടനയെ തകർക്കുകയല്ല ചെയ്തത്, ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. അത് നിസ്സാരമായ ഒരു കണക്ക് മാത്രം പറഞ്ഞാൽ മതി. അതായത് നോട്ട് നിരോധനം നടപ്പാക്കിയ 2016 നവംബർ 8 മുമ്പ് ഇന്ത്യയിൽ ആദായ നികുതി കൊടുക്കുന്നത് 3.8 3.8 അല്ലെങ്കിൽ 3,80,00,000 ആളുകളായിരുന്നുവെങ്കിൽ, നോട്ട് നിരോധനം വന്നതിന് ശേഷം 6,18,00,000 ഉയർന്നു. ആദായ നികുതി കൊടുക്കുന്നവരുടെ എണ്ണം കൂടി എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ വരുമാനം കൂടി. അതൊന്നാമത്തെ കാര്യം, തർക്കിക്കാൻ പറ്റില്ല ആർക്കും. അതുപോലെ നോട്ട് നിരോധനം നടപ്പായതിനു ശേഷം കാശ്മീരിൽ പട്ടാളത്തിന് നേരെ കല്ലെറിയുന്നത് ഉൾപ്പെടെയുള്ള സമരങ്ങൾ നിന്നു. ഇത് രണ്ടും പരമാർത്ഥമാണ്. ബാക്കി എന്തൊക്കെ നിങ്ങൾ പറഞ്ഞാലും നോട്ട് നിരോധനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് ഭീകരപ്രവർത്തനത്തിന് പണം ചെല്ലുന്നത് അവസാനിപ്പിക്കാൻ പറ്റി. ഒപ്പം രാജ്യത്ത് നികുതി കൊടുക്കുന്ന ആളുകളുടെ എണ്ണം ഇരട്ടിയോളം വർദ്ധിപ്പിക്കാനും കഴിഞ്ഞു. സമ്പദ്ഘടനയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തി, രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കി. ഇത് വസ്തുതയാണ്. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ നിരോധിച്ചതിന് ശേഷം നരേന്ദ്രമോദി 2000-ൻ്റെ നോട്ട് ഇറക്കി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചവരുണ്ട്. പക്ഷേ അതും കുറച്ച് കാലത്തേക്ക് ഉണ്ടാകൂ എന്ന് അന്ന് വിവരമുള്ള സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞു. എവിടെ ഇപ്പോൾ 2000-ൻ്റെ നോട്ടുകൾ? 2000-ൻ്റെ നോട്ടുകൾ കാലക്രമേണ ഇല്ലാണ്ടായി. ഇതുപോലെ നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നോട്ടുകൾ ഇല്ലാതാവാൻ പോവുകയാണ്. കുറേ കാലമായി പറഞ്ഞു കേൾക്കുന്നു, പ്ലാസ്റ്റിക് മണി വരാൻ പോകുന്നു, പ്ലാസ്റ്റിക് നോട്ടുകൾ വരാൻ പോകുന്നു എന്ന് കുറേ കാലമായി പറയുന്നുണ്ട്. സർക്കാർ അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് വരുമോ? ഇല്ല, നിഷേധിക്കുകയും ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പ്ലാസ്റ്റിക് നോട്ട് അല്ലെങ്കിൽ പോളിമർ കറൻസി ഇറക്കാനുള്ള നടപടിക്രമങ്ങളുമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുന്നോട്ട് പോയിരിക്കുന്നു. RBI ഗവർണർ സഞ്ജയ് കുമാർ മൽഹോത്ര മോണിറ്ററി പോളിസി മീറ്റിംഗ് ജൂൺ മാസത്തിൽ, കഴിഞ്ഞ മാസത്തിൽ കഴിഞ്ഞതിന് ശേഷം അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. നമ്മളിപ്പോൾ പോളിമർ കറൻസി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പ്ലാസ്റ്റിക് നോട്ടെന്ന് പറയാം, അതിറക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അതിനുവേണ്ടി ലോകത്തെമ്പാടുമുള്ള കമ്പനികളിൽ നിന്ന് പോളിമർ ഷീറ്റുകൾക്ക് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നു. ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ് ടെൻഡർ അനുസരിച്ച് കമ്പനികൾ അപേക്ഷ കൊടുക്കേണ്ടുന്ന അവസാന തീയതി. നമ്മുടെ ഒരു പത്രത്തിലും വന്നിട്ടില്ല, നമ്മുടെ ഒരു ചാനലിലും വന്നിട്ടില്ല, ഞാനിത് പറയുന്ന നിമിഷം വരെ വന്നിട്ടില്ല. അപ്പോൾ ഓഗസ്റ്റ് മാസം 18-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് ഈ പോളിമർ നോട്ടുകൾ ഇറക്കാനുള്ള കരാറുകൾ കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന RBIയുടെ ഒരു സബ്സിഡിയറി കമ്പനി ആയിരിക്കും ഈ പോളിമർ നോട്ടുകൾ അച്ചടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ആഗോള ടെൻഡർ അല്ലെങ്കിൽ ഗ്ലോബൽ എക്സ്പ്രഷൻ ഓഫ് ഇൻറ്റൻറ്റ് ക്ഷണിച്ചിരിക്കുകയാണ്. 68,000 റീംസ് ബാക്സിലി ഓറിയൻറ്റഡ് പോളിമർ പ്രൊപ്പൈലിൻ ഷീറ്റുകളാണ് വേണ്ടത്. അതായത് 34,000 റീംസ് വീതമുള്ള 2 സെറ്റായിട്ട് പോളിമർ ഷീറ്റുകൾ വേണം എന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI പരസ്യപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ റീമിലും, ഒരു റീം എന്ന് പറഞ്ഞാൽ അതിൽ 500 ഷീറ്റുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള 68,000 റീമുകളാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടെൻഡർ ക്ഷണിച്ചിരിക്കുന്ന. ഓഗസ്റ്റ് 18 വരെ അപേക്ഷിക്കാം. വളരെ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ പോളിമർ ഷീറ്റുകളിൽ മാഗ്നറ്റിക് ത്രെഡ് വേണം, ക്ലിയർ വിൻഡോ വിത്ത് പോർട്രേറ്റ് ഉണ്ടാവണം, മെറ്റാലിക് ന്യൂമറൽ വേണം, ഷാഡോ ഇമേജ് വേണം എന്നൊക്കെ പറഞ്ഞ ടെക്നിക്കൽ കാര്യങ്ങൾക്ക് പുറമേ
വളരെ കൃത്യമായ ചില നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നത് കൂടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അതായത് ഇത് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് പാകിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഒരു ബന്ധവും ഉണ്ടാവരുത്. ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും ഈ കമ്പനികളിൽ ഉണ്ടാവരുത്. മാത്രമല്ല, മുൻപ് പാകിസ്ഥാനോ ചൈനയ്ക്കോ ഇതുപോലെ സുരക്ഷാ, കറൻസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ട കമ്പനികളാവരുത്. ഇത്തരം കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നു. അത് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദേലാറു എന്ന് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദേലാറു എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഒരു കമ്പനിയാണ്. ഇംഗ്ലണ്ടിലെ ഈ കമ്പനിയാണ് കറൻസി നോട്ട് അച്ചടിക്കാനുള്ള നോട്ടടിക്കാനുള്ള പേപ്പർ നിർമ്മിക്കുന്ന ഒരു സെക്യൂരിറ്റി പേപ്പർ നിർമ്മിക്കുന്ന കമ്പനിയായിരുന്നു. ഈ സെക്യൂരിറ്റി പേപ്പർ നിർമ്മിക്കുന്ന കമ്പനിക്കാണ് നേരത്തെ പാകിസ്ഥാൻ കരാർ കൊടുത്തിരുന്നത്. ചിദംബരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കെ ഇതേ കമ്പനിക്ക് നമ്മളും കരാർ കൊടുത്തു എന്ന് മാത്രമല്ല, ചിദംബരത്തിന് മുമ്പുണ്ടായിരുന്ന ധനകാര്യമന്ത്രി ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയതാണ്. കാരണം നമ്മൾ പേപ്പർ വാങ്ങുന്നു, അതേ പേപ്പർ തന്നെ പാകിസ്ഥാന് കൊടുക്കുന്നു, പാകിസ്ഥാൻ അതുപയോഗിച്ച് നമ്മുടെ ഇന്ത്യൻ കറൻസിയെ പോലെ തന്നെയുള്ള ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റാത്ത കറൻസി അച്ചടിക്കുന്നു എന്ന് കണ്ട് ആഭ്യന്തര മന്ത്രാലയം ധനകാര്യ മന്ത്രാലയത്തോട് പറഞ്ഞ് ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയ ഈ കമ്പനിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയായി ചിദംബരം വന്നപ്പോൾ വീണ്ടും കരാർ കൊടുത്തു. അങ്ങനെ ആ ദേലാറു എന്ന് പറയുന്ന കമ്പനി നമുക്കും പാകിസ്ഥാനും ഒരേ സമയം നോട്ട് അടിക്കാനുള്ള പേപ്പർ വിതരണം ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായും പാകിസ്ഥാൻ അവരോട് ഇന്ത്യക്ക് കൊടുക്കുന്ന അതേ സെക്യൂരിറ്റി മെഷേഴ്സ് ഉള്ള നോട്ട് പ്രിൻറ്റിംഗ് പേപ്പർ നൽകാൻ ആവശ്യപ്പെട്ടു. അത് വാങ്ങിയിട്ട് പാകിസ്ഥാൻ നോട്ടടിച്ചിട്ട് അത് ഇന്ത്യയിലേക്ക് വന്നു. പലയിടത്തുനിന്നും കള്ളനോട്ടുകൾ പിടിച്ചു. RBIക്ക് അത് കണ്ടെത്താൻ പറ്റിയില്ല. ഈ നോട്ടുകൾ സംശയം തോന്നി ചിലപ്പോൾ പിടിച്ചപ്പോൾ അത് കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് അറിയുന്നത് നമ്മുടെ ബാങ്കിൻ്റെ ചെസ്റ്റുകളിൽ നിന്ന് കൊടുത്ത നോട്ടാണ്. അതായത് പാകിസ്ഥാൻ അച്ചടിച്ച കള്ളനോട്ടുകൾ തിരിച്ചറിയാൻ കഴിയാത്ത വിധം നമ്മുടെ യഥാർത്ഥ നോട്ടുമായി സാദൃശ്യമുള്ളതായതുകൊണ്ട് ബാങ്കുകളിൽ പോലും ഉപയോഗിച്ചിരുന്നു. ആ കാലത്താണ് VS അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ, കേരളത്തിൻ്റെ തീരത്ത് കണ്ടെയ്നർ കണക്കിന് നോട്ട് വന്നതും കേരളത്തിൽ മീൻ വിറ്റും സൈക്കിളിൽ ആക്രി വിറ്റ് നടന്നും ഒക്കെ നമ്മൾ കണ്ടിരുന്ന ചില ആളുകൾ വളരെ പെട്ടെന്ന് വലിയ പണക്കാരായി ഏക്കർ കണക്കിന് ഭൂമിയും വലിയ രമ്യഹർമ്മ്യങ്ങളും കൂറ്റൻ വാഹനങ്ങളും ലക്ഷറി വാഹനങ്ങളും ഉള്ളവരൊക്കെ ആയിട്ട് മാറിയത്. 2 കണ്ടെയ്നർ നോട്ട്, കള്ളനോട്ട് കേരളത്തിലേക്ക് വന്നു. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് അതെത്തി. അങ്ങനെയാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന വലിയ തോതിലുള്ള ഒരു സാമ്പത്തിക സമാന്തര സാമ്രാജ്യം ഉണ്ടായി വന്നതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഇത് ആദ്യം കേൾക്കുന്നതല്ല. അതിന് തെളിവുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരുന്ന അച്യുതാനന്ദനാണ് പറഞ്ഞത്. അച്യുതാനന്ദന് വെറുതെ വീൺവാക്ക് പറയില്ലല്ലോ. കൃത്യമായ ഡാറ്റ, ഇൻഫർമേഷൻ മുഖ്യമന്ത്രിക്ക് കിട്ടും. കാരണം സംസ്ഥാന ഭരണത്തിൻ്റെ തലവനായ മുഖ്യമന്ത്രിയെ എല്ലാ ദിവസവും രാവിലെ പോലീസിൻ്റെ ഇൻ്റലിജൻസ് ADGP വന്ന് സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ബ്രീഫ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഉണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. ആഭ്യന്തരമന്ത്രിക്കല്ല, മുഖ്യമന്ത്രിയോടാണ് പറയുന്നത്. ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് കേരളത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അവർക്ക് കിട്ടിയിരിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ അറിയിക്കും. അങ്ങനെ കിട്ടിയ വിവരം വെച്ചിട്ടാണ് VS അച്യുതാനന്ദൻ കേരളത്തിൽ ഈ കണ്ടെയ്നർ കണക്കിന് നോട്ട് വന്നത് പറഞ്ഞത്. കേരളത്തിൽ IS ഉൾപ്പെടെയുള്ള സംഘടനകളുടെ സ്ലീപ്പർ സെൽ ഉണ്ട് എന്ന് പറഞ്ഞത്. 2047 കേരളം ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഒക്കെ VS പറഞ്ഞത് അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അതെങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ഇതാണ് എൻ്റെ സോഴ്സ്. അദ്ദേഹത്തിന് കിട്ടിയ ഇൻഫർമേഷൻസ് അദ്ദേഹം തുറന്ന് ലോകത്തോട് പറഞ്ഞു. നമ്മളൊക്കെ അപ്പോൾ ഉടനെ VS വർഗീയത പറയുന്നു, VS പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ശരിയല്ല, കാരണം അങ്ങനെയാണ് ചിലർ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിതൊക്കെ ചെയ്യും, പക്ഷെ അത് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് പറയും. ഞങ്ങൾ ചെയ്തതല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറയും. അതുപോലെ നമ്മുടെ രാജ്യത്തെ കൊള്ളയടിച്ച ഒരു സംവിധാനമായിരുന്നു ദേലാറു വഴിയുള്ള ഈ ഇടപാട്. അത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അന്നത്തെ ധനകാര്യ സെക്രട്ടറിയെ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തു. CBI അദ്ദേഹത്തെ ജയിലിലടച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യമുണ്ടായി. പക്ഷേ ചിദംബരമൊക്കെ രക്ഷപ്പെട്ടു പോയി. അങ്ങനെയാണല്ലോ, മന്ത്രിമാർക്ക് രക്ഷപ്പെടാൻ 1000 പഴുതുകളുണ്ടാവും, അവസാനം ഉദ്യോഗസ്ഥർ കുടുങ്ങും. ഏതായാലും നമ്മുടെ നാട്ടിലെ സമ്പദ്ഘടനയെ തകർക്കാൻ, രാജ്യത്തെ വിഘടിപ്പിക്കാനുള്ള ശക്തികൾക്ക് വലിയ തോതിൽ ഇന്ധനം നൽകുന്ന ഒന്നായിരുന്നു ചിദംബരത്തിൻ്റെ കാലത്ത് ദേലാറു ആയിട്ട് ബന്ധപ്പെട്ട് നടന്ന ഈ നോട്ടച്ചടിക്കൽ പരിപാടി. ഒരുപാട് പൈസ അന്നത്തെ കേന്ദ്ര സർക്കാരിൽ ബന്ധപ്പെട്ട പലർക്കും, കേന്ദ്ര സർക്കാരിൻ്റെ പുറത്തിരുന്ന് നിയന്ത്രിച്ച ആളുകൾക്കുമൊക്കെ ഈ ദേലാറു ഇടപാട് കോടിക്കണക്കിന് രൂപ കിട്ടിയിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് കറൻസി അല്ലെങ്കിൽ പോളിമർ കറൻസി ഇറക്കാനുള്ള തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും പാകിസ്ഥാനും ചൈനയുമായി ബന്ധമുള്ളവർ ഈ കരാറിന് അപേക്ഷിക്കേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. പോളിമർ കറൻസി ഒരു പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലോകത്ത് 50-ലേറെ രാജ്യങ്ങളിൽ പോളിമർ കറൻസി ഉണ്ട്. ആദ്യം ഇത് നടപ്പാക്കിയത് 1988 ഓസ്ട്രേലിയയിലാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന് കള്ളനോട്ടുകൾ തടയാൻ പറ്റും. 2 ഈ നോട്ടിൻ്റെ ലൈഫ് സ്പാൻ, അതായത് കടലാസ് നോട്ട് വളരെ പെട്ടെന്ന് ചീത്തയായി പോവും. ഇതിന് ആയുസ് കൂടുതലാണ്, 5 ഇരട്ടി വരെ ആയുസ് ഉണ്ടാകുമെന്ന് പറയുന്നു. അതിലൊക്കെ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ആദ്യം 10 രൂപയുടെയും 20 രൂപയുടെയും നോട്ടുകളാണ് നമ്മൾ ആദ്യം ഇറക്കാൻ പോകുന്നത്. അത് ഓഗസ്റ്റിൽ ടെൻഡർ വിളിച്ചു കഴിഞ്ഞാൽ ഈ വർഷം തന്നെ അത് ഇറങ്ങി അത് സക്സസ്ഫുള്ളാണ്, വിജയകരമായി ഈ നോട്ടുകൾ നീങ്ങിയാൽ, ജനം സ്വീകരിക്കാതെ തരമില്ലല്ലോ. 20-ൻ്റെയും 10-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചിട്ട് പകരം പോളിമർ കറൻസി ഇറക്കാൻ ജനങ്ങൾക്കത് സ്വീകരിക്കുക എന്നത് മാത്രമാണ് ഓപ്ഷൻ. അതിനുശേഷം പിന്നീട് മറ്റ് നോട്ടുകളും ഇതിലേക്ക് മാറിക്കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് സ്വാഭാവികമായും 2000 നോട്ടിന് സംഭവിച്ചതുപോലെ 2000 രൂപ നോട്ടുകൾ നമ്മൾ അറിയാതെ പതുക്കെ അപ്രത്യക്ഷമായിപ്പോയി എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ 500-ൻ്റെയും 100-ൻ്റെയും ഒക്കെ നോട്ടുകൾ പതുക്കെ പേപ്പർ കറൻസി ഇല്ലാതാവും. അപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, ഇപ്പോൾ നോട്ട് നിരോധനത്തിന് ശേഷം 100-ൻ്റെയും 500-ൻ്റെയൊക്കെ നോട്ടുകൾ നമ്മൾ അടിച്ചിറക്കിയപ്പോൾ അതിൻ്റെ കള്ളനോട്ട് അടിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് പണി പാളി. കയ്യിലിരിക്കുന്ന നോട്ട് അല്ലെങ്കിൽ അവിഹിതമായ ഇടപാടുകളിലൂടെ നികുതി കൊടുക്കാതെ ഹവാല ഇടപാട് വഴി വന്നിരിക്കുന്ന കള്ളപ്പണം ശേഖരിച്ച് വച്ചിരിക്കുന്ന ആളുകളുടെ ഈ നോട്ടുകൾ, കറൻസി നോട്ടുകൾ, പേപ്പർ കറൻസി വെറും കടലാസ് കഷ്ണങ്ങളായി മാറുകയാണ്. ഓർക്കുന്നില്ലേ, നമ്മുടെ നാട്ടിൽ പലയിടത്തു നിന്നും വാർത്ത വന്നിരുന്നു, നോട്ട് നിരോധനത്തിന് ശേഷം പഴയ 1000-ൻ്റെ നോട്ടെല്ലാം മുറിച്ച് കഷണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ച നിലയിൽ പലയിടത്തും കണ്ടെത്തിയിരുന്നു. ഏതായാലും നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ സമൂലം മാറ്റുന്ന തരത്തിലുള്ള മറ്റൊരു സർജിക്കൽ സ്ട്രൈക്കിന് കേന്ദ്രം നടപടി തുടങ്ങി വച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് ഈ പോളിമർ കറൻസിക്ക് വേണ്ടിയിട്ടുള്ള സാമ്പിൾ ഷീറ്റുകൾ ഉൾപ്പെടെ ക്ഷണിച്ചുകൊണ്ട് സർക്കാർ ഇപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ പരസ്യം ചെയ്തിരിക്കുന്നത്. ഉറപ്പാണ് നോട്ട് മാറും. ഈ നോട്ടിൻ്റെ ഗുണം ഒരുപാടുണ്ട്. കള്ളപ്പണം തടയും, അതിൻ്റെ അതിസുരക്ഷാ സംവിധാനങ്ങളുണ്ടാവും, വെള്ളം വീണാൻ നനയത്തില്ല, വൈറസിനെ ബാധിക്കത്തില്ല, കീറത്തില്ല, പ്രിൻറ്റിങ് ചിലവ് കുറയും. കാരണം നമ്മുടെ അച്ചടി ചിലവ്, കാരണം പേപ്പർ കറൻസി പെട്ടെന്ന് പാഴാവുന്നതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും നോട്ട് നിരോധനം ഒരിക്കൽ കൂടി വരുന്നു. നോട്ട് നിരോധനം എന്നുള്ള പേരുണ്ടാവില്ല, നോട്ട് പിൻവലിക്കലാണ്. പകരം നമ്മൾ അതിവേഗം മാറുന്നു. ലോകത്തെ 50 രാജ്യങ്ങളെ പോലെ 51ാമത്തെ രാജ്യമായി പോളിമർ കറൻസിയിലേക്ക് ഇന്ത്യ യാത്ര ആരംഭിക്കുകയാണ്. 2027 അത് സമ്പൂർണ്ണമായി രാജ്യവ്യാപകമായി നടപ്പാക്കുന്നതോടെ നമ്മൾ പുതിയ നോട്ടിന് ഉടമയായി മാറും. പ്രിയമുള്ളവരെ, ഏറ്റവും പുതിയ വാർത്തകൾ മറ്റാരും പറയുന്നതിനേക്കാൾ മുമ്പ് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ അത് ചെയ്യണേ.